ഹലോ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യല് നമ്മുടെ ചവ്വരി കൊണ്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ഇത് കുറച്ച് നേരം കുതിർത്താൻ വെക്കണം കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ കമ്മോ. പായസത്തിന് മെയിനായിട്ട് വേണ്ട സാധനം നാളികേരം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു നാളികേരം ഫുള്ള് എടുത്തുട്ടോ. അതിൻ്റെ രണ്ടാം പാലിലാണ് നമ്മൾ ചവ്വരി വേവിക്കുന്നത് കേട്ടോ. ചവ്വരി വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശർക്കര പാനിക്കും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ചവ്വരി നല്ലോണം വെന്ത് കുറുകിയെന്ന് തോന്നുമ്പോൾ നമുക്കതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. വെള്ളം നമ്മൾ തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നാം പാലാണ് ചേർക്കേണ്ടത്. ഒന്നാം പാൽ ചേർക്കുന്നതിന് മുന്നേ അതിൽ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർക്കണം കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പായസം ഇറക്കി വയ്ക്കുക. അതോടുകൂടി നമ്മുടെ പായസം ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് നെയ്യിൽ വറുത്ത് കോരിയിടണം കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ മൊത്തം പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കൊഴുകൊഴു തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ അരിക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ ചവ്വരിക്ക്. അതുപോലെ തന്നെ പായസം നല്ല കൊഴുകൊഴു തന്നെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബായ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.